ഇത് ഒരു ചെറുകിട പരിമിത കർഷകൻ ഇവിടെ തന്നെ വെച്ച് പോസ്റ്റ് ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ട് പോസ്റ്റ് ചെയ്ത് അവിടെ തന്നെ. അപ്പോൾ ഇത് 10-15 ദിവസം വെള്ളത്തിലിടണം. അതുകൊണ്ട് അവിടെ തന്നെ അത് ടാങ്കായിട്ട് മാറ്റി ഇതിനകത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ടു. ഇത് നേരത്തെ ഉണ്ടാക്കിയതാണ്. ഇത് നേരത്തെ 4 2 രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇതിന് വെയിറ്റ് സാമാന്യം നല്ല വെയിറ്റ് ഉണ്ട്. അതിന് വലിയ വെയിറ്റ് ഇല്ല. ഇവിടെ മുറ്റത്തുണ്ടായതല്ലേ? അതെ ഉണങ്ങി വെക്കുവാണെങ്കിൽ പിന്നെ ഉപയോഗിക്കാമെന്നോ? ഇത് ടർപ്പൻ നാഗപ്പതി രീതിയിൽ സർപ്പൻ്റൈ മെത്തേഡിൽ കൊണ്ട് കുരുമുളക് തയ്യ നാഗപ്പതി രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു മെത്തേഡ് സാമ്പിൾ. ഓരോ ഇതിനകത്തും മുക്കി വെക്കണം. ഓരോ കൂടിൻ്റെ അകത്തും ഇത് ഓരോ മുട്ടും നീളുന്നതനുസരിച്ച് ഓരോ മുട്ടും പതിപ്പിച്ച് വെക്കും. അതിനാണ് നാഗപ്പതി എന്ന് പറയുന്നത്. എന്നിട്ട് കുട്ടി ഈ കമ്പി കൊണ്ട് ഇങ്ങനെ കുത്തി വെക്കും. അപ്പം അവിടെ വേര് പിടിക്കും. അവിടെ വേറെ ഉണ്ടാവും. അല്ല വല്ല ചെടി വല്ല മരുന്ന് വല്ല എന്താക്കും? ഇല്ല ഒന്നുമില്ല. ഇത് കൂട്ട് നഴ്സറിയിൽ നിന്ന് മേടിച്ച തൈയാണ്. ഇത് വിജയ എന്ന് പറയുന്ന ഒരു ഇനമാണ്. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. തിരിവ് തൈയായിരുന്നു അവസാനത്തെ ലാസ്റ്റ്. അതെ അത് അതേ കേടായിപ്പോയി. അത് ഫംഗസോ ഏതാണ്ട് പിടിച്ച് വേര് ചീഞ്ഞു പോയി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പരീക്ഷിച്ച് ചോദിച്ചു. ഒന്നാമത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത് ടോപ്പ് കണ്ടിച്ച ഗേറുതല ടോപ്പ് ഷൂട്ടെന്ന് പറയും. ഏറുതല കണ്ടിച്ച് അത് വേര് പിടിപ്പിക്കാനായിട്ട് വെച്ച് ഇപ്പം വേര് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറമ്പിലേക്ക് നടാൻ ഉള്ള അങ്ങനെയുള്ള സ്പീഡ് കയറി പോവും. ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് 1 വർഷത്തിനകം ഇത് കണ്ണി കുത്തി കായ്ക്കും. ഏറ്റവും ടോപ്പിലുള്ള കുറ്റിക്കുരുമുളകല്ല, ഇത് ടോപ്പ് ഷൂട്ടെന്ന് പറയും. അത് ഏറുതല പോകുമ്പോൾ അതിന്റെ ഏറ്റവും മേളിലുള്ള ഇവിടുത്തെ ആ കൊടിയുടെ മുകളിലത്തെ കട്ട് ചെയ്യുന്ന രീതിയിൽ വേര് ടോപ്പ് ഷൂട്ട് വേര് പിടിപ്പിക്കുക. അപ്പോൾ ഇത് 1 വർഷത്തിന് 6 മാസത്തിനാവും. ഇത് കണ്ണി കുത്തി കഴിഞ്ഞു. ഇനി ഇത് തുടരെ കണ്ണി കുത്തി ഇത് കായ്ച്ചു. 6 മാസത്തിനാവും ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യും. ഇതിപ്പോ ഇത് കണ്ടോ വേര് കാണാം. ഇത് കണ്ടോ വേരെല്ലാം പുറത്തേക്ക് വന്നു. ഇതിനകത്ത് മണ്ണ് ഇത് ചകിരിച്ചോറും ചാണകപ്പൊടി. അതെ, ചകിരിപ്പോറും ചാണകപ്പൊടിയും കൂടെ ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെച്ചാൽ എത്ര നാൾ കൊണ്ട് വേരാവും? ഇതിപ്പം വെച്ചിട്ട് 2 മാസമായി. 2 മാസം കൊണ്ട് വേരായി. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് മുറിച്ച് പറമ്പിലേക്ക് നടാനുള്ള സെറ്റപ്പായി. പറിച്ചു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് കഴിക്കും അതോ 6 മാസം കൊണ്ട്? ഇത് ഇനിയിപ്പോ 6 മാസത്തിനകം കഴിക്കും. കുരുമുളക് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് കഴിച്ചോണ്ടിരിക്കുന്നതാണോ അതോ ഇടയ്ക്കിടെ കഴിക്കുള്ളൂ? ഇത് പിന്നെ നമ്മുടെ ആ സീസണിൽ മാത്രം. ഒരു സീസണിൽ 1 വർഷത്തിൽ എത്ര പ്രാവശ്യം കുരുമുളക് ചരടിടും? ഒറ്റ പ്രാവശ്യം കുറ്റിക്കുരുമുളക് തുടരെ കുറ്റിക്കുരുമുളകാണ് തുടരെ വന്നോണ്ടിരിക്കും. അത് വളം ചെയ്യുന്ന ഇതേ ഒരു കുറ്റിക്കുരുമുളകായത് ആണ്ടുവട്ടം മൊത്തം കായ്ക്കുമെന്നാണ് പറയുന്നത്. അത് തുടരെ ഇങ്ങനെ വളം ചെയ്തുകൊണ്ടിരുന്നാലേ ഈ പൂട്ടിൻ്റെ അത് നട്ട് കഴിഞ്ഞിട്ട് തുടരെ വളം ചെയ്തുകൊണ്ടിരുന്നാലേ ഈ ആണ്ടുവട്ടം മൊത്തം കായ്ക്കുള്ളൂ. ഇത് നമ്മൾ തുടരെ വളം ചെയ്യുന്നില്ല. ഇതൊരു പ്രാവശ്യം വളം ചെയ്യും. അതുകൊണ്ട് ഇത് ഒറ്റ പ്രാവശ്യമേ കായ്ക്കും. ഇത് തുടരെ തിരിയിടുന്നില്ല. വളം ചെയ്താൽ എന്നും ഇങ്ങനെ തിരിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അല്ല അതിൻ്റെ ശരിയായ മെത്തേഡ്. ആണ്ടിലൊന്ന് കായ്ക്കുക. ഇങ്ങനെ ഇടയ്ക്ക് തിരിയിട്ട് കഴിഞ്ഞാൽ അത് ചുവ അതിൻ്റെ മണിപിടുത്തം ഉണ്ടാവുമോ ശരിയായിട്ടുള്ള ഒരു ഗുണമില്ല. ചുമ്മാ ഈ ആൾക്കാർ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് വളം ഈ 1 പ്രാവശ്യം അല്ലെ 2 പ്രാവശ്യം ഇടവിട്ട് ഇടാവുള്ളൂ. 1 വർഷത്തെ ഒരു കായ പ്രതീക്ഷ മതി. അതെ, തുടരെ ഉയരുമോ അതോ ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ? ഇത് ഇങ്ങനെ കണ്ണി ഇങ്ങനെ
നാളുകൾ ചെല്ലുന്തോറും കണ്ണി നമ്മൾ മരത്തെ കയറ്റിയൊന്നും വിടണ്ടേ? ആ ഇങ്ങനെ പടർന്നു നിൽക്കുള്ളൂ. ഇത് പടർന്നു നിൽക്കുള്ളൂ. ഒരു കുറ്റി പോലെ ഇങ്ങനെ ബോഷ് പോലെ. അത് വേറൊന്നായത്. അത് വേറെയാണോ? അത് ഇത് കായ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിപ്പോൾ 3 മാസമായുള്ളൂ വെച്ചിട്ട്. ഓക്കെ ഓക്കെ. അടി സമചരത്തിൽ കുഴി കുത്തി ഇത് തൈ വെച്ചു. അത് വെച്ചത് 5 വെച്ചിട്ടുണ്ട്. പോസ്റ്റ് നടാനുള്ള കുഴി എടുത്ത് വെച്ചിരിക്കുന്ന അല്ല, ഇത് കുരുമുളക് നടാൻ ചാണകപ്പൊടി എല്ലുപൊടിയും വേപ്പിനും എല്ലാം കൂടെ ഇട്ട് മണ്ണും കൂടെ മിക്സ് ചെയ്ത് മൂടിയിരിക്കുന്നതായിരുന്നു. പോസ്റ്റ് ഇവിടെ അവിടെ നാട്ടും. ഇവിടുന്ന് കുരുമുളക് അങ്ങോട്ട് പടർത്തി കച്ചത്തൊക്കെ. ഓ അങ്ങനെ. അപ്പോൾ അവിടെ പോസ്റ്റിന് വേണ്ടിയിട്ട് ഇത് പോസ്റ്റ് ഇടാനുള്ള കുഴി സാമ്പിളിന് ഇതായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു. എത്ര അടി താക്കും? അത് ഒരു 1.5 അടി. 1.5 അടി താത്ത ഇത്ര വലിയ പോസ്റ്റ് നിൽക്കുമോ? നിൽക്കും. അത് കാരണം ഇവിടെ നല്ല മട്ടിയാണ്. അത് പിന്നെ കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്യും. ഇത് മതി. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഈ കുഴിക്ക് ആഴ്ചയുണ്ട്. ഇതുണ്ട്, നല്ല ആഴ്ചയുണ്ട് ഇവിടെ കാണാം. അതാ പോസ്റ്റിൻ്റെ ഒപ്പം എടുത്താൽ മതി. ഇത് കണ്ടോ കരിവേപ്പ് നിൽക്കുന്നുണ്ടോ? ഈ തമിഴ്നാട്ടിൽ ഈ വിഷമടിച്ച കരിവേപ്പില മേടിച്ച് എല്ലാവരും കടയിൽ പോയി മേടിച്ച് തിന്നാതെ ഇതുപോലെ ഒരു കരിവേപ്പ് മുറ്റത്ത് വെച്ചാൽ ഇഷ്ടം പോലെ കരിവേപ്പില പറിച്ച് സ്വന്തം കറിക്കകത്തിടാം. അതുപോലും നമ്മുടെ ആൾക്കാർ ഇപ്പോൾ മലയാളിക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാ ചെയ്യും? പിന്നെ വേര് പിടിപ്പിക്കുന്ന വേറെ മലവേപ്പ് പുതിയതായിട്ട് കുരുമുളക് കയറ്റാൻ പറ്റിയതാണ്. പിന്നെ റബ്ബറിന് ഇത് മുരിക്ക്, അത് മലവേപ്പ്. അതെ അതെ, ഈ കാണുന്ന മലവേപ്പ്. അത് മലവേപ്പ്. അത് 1.5 വർഷം കൊണ്ട് ഇത്രയും വളർന്നതായത്. 1.5 വർഷം കൊണ്ട് ഈ മലവേപ്പ് ഇത്രയും വലുതായി. വലിയ തടി പോലെ ആയല്ലോ. അത് 8 വർഷം കൊണ്ട് വെട്ടി വിൽക്കാവുന്നതാണ്. 2 കൈ ചേർത്ത് പിടിക്കാവുന്ന അത്രയും മണ്ണമായി. 8 വർഷം കൊണ്ട് വെട്ടി വിൽക്കാൻ മതി. ഇപ്പം റബ്ബറിന് പകരം പ്ലാന്റ് ചെയ്യുന്ന പുതിയതായിട്ട് കിട്ടുമോ? 10,000 രൂപ 8 വർഷം ആകുമ്പോൾ കിട്ടുന്നതാണ് ഒരു മരത്തിനോ? അപ്പൊ അകത്തേകത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ. വളരെ 12 അടി ഒരു അത്യാവശ്യം വളർന്നു. ഇതിനേക്കാളും വളർന്നിട്ടുണ്ട്. ഇത് കണ്ടോ? 12 അടി അകലം. ഇത് കണ്ടോ? ഇത് 2 കൈ വണ്ണമായി. കുരുമുളക് ചെയ്യാൻ ഒരു 12 അടി ഉയരത്തിൽ കുരുമുളക്. ഇവന് ഒന്ന് കെട്ടിക്കൊടുത്താൽ കൊടി ചെയ്താലോട്ട് ശരിക്കും പിടിച്ചാൽ കയറി പൊക്കോളും. കെട്ടിക്കൊടുത്ത് ആദ്യം കുറച്ച് നല്ല ഗ്രിപ്പുണ്ട് ഈ മരത്തിന്. നല്ല ഗ്രിപ്പുണ്ട്. ഒന്നും താഴെ പോകാല. രസമുണ്ട്. വസൂരി വന്ന പോലെ ഉണ്ടല്ലേ. തല മുറിച്ച് വിട്ടതായത്. തല മുറിച്ച് വിട്ടത് ചിലത് തലമുറിച്ച് എന്തിനാ വിടുന്നത്? അത് ഒരുപാട് പൊങ്ങി പോകാതിരിക്കാൻ. പിന്നെ കാറ്റ് പിടിച്ച് ഓടിയും അങ്ങനെ ഒരു പരിപാടി. ഒത്തിരി ഹൈറ്റ് ആയാല് അപ്പൊ നമുക്ക് തടിയുടെ വണ്ണം കൂടുകയും ചെയ്യും അല്ലേ? അന്നേരം മണ്ട മുറിച്ച് വിടുമ്പോൾ മണ്ട മുറിച്ച് വിട്ടാല് വളർച്ച കുറയും. എന്നാണേലും കുറയും. കാരണം നമ്മൾ അത്ര അതിനെ സ്വാഭാവികമായിട്ട് വളരാൻ വിടുവാണെങ്കിൽ പൊക്കത്തിനനുസരിച്ച് വണ്ണം വെച്ചോണ്ടിരിക്കും. അപ്പോൾ ഒത്തിരി ഉയർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റടിച്ച് ഈ സാധനം പോകും. നമുക്ക് ഇതുകൊണ്ട് ഒരു ഗുണം ഇല്ലെന്നായി പോകും. നമ്മുടെ കുരുമുളകും പോകും. അതെ. ഇത് എന്നാന്ന് ചോദിച്ചാൽ മണ്ട മുറിച്ച് വിട്ട് ചിലതിൻ്റെ ചീഞ്ഞു പോയി. മണ്ട മുറിച്ച് വിട്ടിട്ട് പിന്നെ തളുത്ത് വന്നത് മുഴുവൻ മഴയടപ്പിന് ചീഞ്ഞു പോയി. അല്ല, അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കെട്ടണ്ടായിരുന്നു? ഒന്നും വേണ്ട. മണ്ട മുറിച്ചിട്ട് ഒരു പേപ്പർ വെച്ച് കെട്ടിയിരുന്ന ചെയ്യാനായിരുന്നു. അല്ല, റബ്ബർ കോട്ട് വെച്ചാൽ മതിയായിരുന്നു. വേണ്ടെന്നാ, ചുമ്മാ ഒരു പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയാൽ. അങ്ങനെയല്ലേ, ഈ തളുക്കുന്ന ശിഖരങ്ങൾ മഴയുടെ കൂടുതലുണ്ട്. ചെറിയ നാമ്പുകൾ വരുന്ന അന്നേരം അങ്ങനെ ചീഞ്ഞു പോയി. നമ്മൾ മുറിച്ചടവല്ല പോയത്. അല്ലല്ല. ഓക്കെ, അങ്ങനെ ഒരു ദോഷം വന്നിട്ടുണ്ട്. പിന്നെ ടോപ്പ് ഷൂട്ട് ഇത് അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഈ വേര് പിടിപ്പിക്കാൻ ഞാനൊരു ചെറിയ ബുദ്ധിയിൽ പരീക്ഷണം വെക്കുന്നത്. ഇപ്പൊ ഇവിടെ നാച്ചുറൽ ആയിട്ടുണ്ടായിരുന്ന ടോപ്പ് ഷൂട്ടിനെ നമ്മൾ ഇതിലോട്ട് വേറെ ഉണ്ടാക്കിക്കുക. അതെ, പ്ലാസ്റ്റിക്കിനകത്ത് ഇതിൻ്റെ ഇത് കൂട്ട് ഈ ചരിച്ചോറും കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നിറച്ച് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇത് ഈറ്റ രണ്ടാമത് നടുവേ കീറിയിട്ട് ഈറ്റ നടുവേ കീറിയിട്ട് 2 പീസായിട്ട് അപ്പുറത്തിപ്പുറത്ത്. അപ്പോൾ ഇത് വേര് പിടിച്ച് കഴിയുമ്പോൾ 2 മാസമായി കഴിയുമ്പോൾ വേരിറങ്ങും. ഇവിടെ വെച്ച് മുറിച്ചിട്ട് പ്ലാന്റ് ചെയ്യാം. പ്ലാന്റ് ചെയ്താൽ 1 വർഷത്തിനകം കായ്ക്കും. ഓക്കെ ഓക്കെ. ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർഷകർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇനി ഇതുമെല്ലാം അങ്ങനെ ഇത് ഈ കൊടിക്ക് വലിയ പ്രത്യേകതയുള്ള കൊടിയാണോ? ഇത് കുമ്പുക്കൽ കുരുമുളകാണ്. അതായത് കാഞ്ഞിരപ്പള്ളിയിലുള്ള മറ്റേ എറണാട് കാളകെട്ടി. പിന്നെ ഇത്
ഈ ഈ മുരിക്കിലിട്ടിരിക്കുന്നത് ശുഭകര എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഇത് അതിൻ്റെ പ്രത്യേകത എന്നാ? ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എന്നാ ISR ഒരു ISR അതിന്റെ ഫുൾ ഫോം എന്നാ? അത് കുരുമുളക് ഗവേഷണ കേന്ദ്രം ചുരുക്കമായിട്ട് അറിഞ്ഞു. നമുക്ക് അത്ര മനസ്സിലായ നമുക്കത് മതി. ഞാൻ അടുത്ത വഴിയിലിട്ട് പോട്ടെ. സാർ ഇത് വേറൊരു ഇനമാണ്. എല്ലായിടത്തും ഇതും നമ്മുടെ നേരത്തെ ഇത് പെപ്പർ തെക്കൻ എന്ന് പറയും. പെപ്പർ തെക്കൻ 2 പെപ്പർ തേക്കൻ 1 അത് ഈ പിരിവിരുന്ന് പൂവ് പോലെ പിന്നെ പല ശാഖകളായിട്ട് ഒരു തിരിയിൽ നിന്ന് തന്നെ പല ശാഖകളായിട്ടുണ്ടാകുന്നതാണ് പെപ്പർ തേക്കൻ 1. പണ്ട് എറണാകുളത്ത് ഒരു ഇടത്ത് പോയി അവിടുത്തെ ഒരു സ്രാവ് ഇട്ട് അത് കണ്ടിട്ടാണോ ഈ സ്രാവ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്? അല്ലല്ലല്ല, ഞാൻ ഇത് നമ്മുടെ ഒരു ഐഡിയ ഇങ്ങനെ പലരും ഇങ്ങനെ അത് കണ്ടു. അത് വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ വീഡിയോയിലും ഒക്കെ കാണുന്നുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം ഐഡിയ തന്നെ ആയിരുന്നു നേരത്തെ. നമുക്ക് നമ്മൾക്ക് പിന്നെ തന്നെത്താനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു 10-12 അടി അതിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം വേണം. ഇത് പെപ്പർ തെക്കൻ എടുത്തോ. ഇതിന്റെ പെപ്പർ തെക്കൻ 2 എന്ന് പറയുന്ന ഇനമാണ്. ഇത് തിരിനീളം 35 സെന്റിമീറ്റർ വരെ നീളമുള്ള 35 സെന്റിമീറ്റർ വരെ നമ്മൾ ഒരു കുരുമുളകിന്റെ തിരിക്ക് നീളം വരും. അത് തന്നെ. അതിലും നീളം കൂടിയതില്ല, ഇതാണ് ഏറ്റവും നീളം കൂടിയ. ഇതാണ് ഇപ്പം റിക്കാർഡായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെ പല ഇനങ്ങൾ അവിടെ ഇത് കണ്ടോ. ഇതൊന്നും നോക്കി 3 കാലിനുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൻപുറത്ത് നമുക്ക് കാണുന്ന സാധനം ഇഞ്ചി മുളക്. അല്ല, ഇതെല്ലാം ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അന്യം നിന്ന് പോയ അവസ്ഥയായതല്ല. എല്ലാവരും 10 സ്ഥലത്തിനകത്തോട്ട് മുറുകിയിട്ട് ഒരു മുളക് പോലും ആർക്കും ഇല്ല. മുളക് വരെ നമ്മൾ പോയി പുറത്ത് മേടിക്കുക. പിന്നെ ഇത് കപ്പ നട്ടിരിക്കുന്നതാണോ? ഇത് കുരുമുളക് നടാൻ വേണ്ടി പുതിയ ഒരു അതിന്റെ ശരി മരം വെച്ചിരിക്കുന്നതാണോ? അതിന്റെ പേര് ഞാൻ മറന്നുപോയില്ല. പേരോ? ആ താഴെ കാണുന്ന പൂ പോലെ നിൽക്കുന്ന മരമാണോ? അതെ, ഇത് അത് കുരുമുളക് ഇടാൻ പറ്റിയ മരമാ. അതിന്റെ പേര് പറഞ്ഞേ. അതിന്റെ പേര് ഞാൻ മറന്നുപോയില്ല. നീ പടം കാണിച്ച് ഗൂഗിളിൽ പയ്യാനിയാണ്. ഓക്കെ. എന്നാണേലും ഈ കൊടി മാറ്റമുള്ളതാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് അകളി ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോൾ ഒരു 78-79 ആയി. 79 വയസ്സുള്ളവർക്കും കൃഷി ചെയ്യാം അല്ലേ? ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഒരു കുരുമുളക് കൃഷിയോട് ഒരു താല്പര്യം മനസ്സിൽ അതുകൊണ്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം. അതിൻ്റെ ജാതിയുണ്ട്, റംബൂട്ടാനുണ്ട്, ബലൂസാനുണ്ട്, പിന്നെ എന്നാ പയ്യാനി വരെ ഉണ്ട്. കപ്പ ഇവരുടെ ആവശ്യത്തിന് കണ്ടോ. ഇത്രയും കപ്പ ഇട്ടാൽ ഒരു വീട്ടുകാർക്ക് ഒരു ഇതുപോലെ കണ്ടോ. ഇത്രയും ചെറിയ ഭാഗത്ത് കപ്പ ഇട്ടാലും മതി. അത്യാവശ്യമായിട്ട് നമുക്ക് ഒരു മാസം ഒരു ചൂട് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ചൂടും ഞങ്ങൾക്ക് മതി. ഇത് 9 ചൂട് ഇട്ടിരിക്കുക. അവിടെ 2 ഇവിടെ 2 ആവുമ്പോൾ 13 ചൂടുണ്ട്. ഈ കേടാകാലത്ത് നാടൻ വഴുതനത്തൈ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യും. നാടൻ വഴുതനത്തൈ നമുക്ക് പറമ്പിൽ പോയാലോ? ഇത് ടോപ്പ് ഷൂട്ട് പുതിയതായിട്ട് ആരും ചെയ്യാത്ത പരിപാടിയാണ്. ടോപ്പ് ഷൂട്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഒരു ഇത് ടോപ്പ് ഷൂട്ട് ചാക്കില് അങ്ങപ്പുറത്ത് അത് ടോപ്പ് ഷൂട്ട്. ചാക്കിലിരിക്കുന്ന അതിനപ്പുറത്ത് ആ മണ്ണിൽ വെച്ചിരിക്കുന്നത് അത് മേൽ പിടിപ്പിക്കാൻ മണ്ണിൽ പരീക്ഷിക്കുന്നത്. ഇതൊന്നും ചാക്കും ഒന്നും കൂടാതെ അവിടെ ഏലമാണോ? അത് ഏലം. ഏലം പറഞ്ഞോളൂ. ഇത് ടോപ്പ് ഷൂട്ടാണ്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം പിടിക്കും കായ്ക്കിച്ച് തുടങ്ങാൻ.
ഒരു 5 വർഷം 6 വർഷം ആകണം നല്ല കായിലേക്ക് വരണമെങ്കിൽ. ഈ ടോപ്പ് ഷൂട്ട് ആകുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ 1 വർഷം ആകുമ്പോഴത്തേനും ഇത് കായാവും. ഓക്കെ, അതാണ് അതിൻ്റെ നാട്ടിലുള്ള സാധാരണ കർഷകർക്കെല്ലാം പരീക്ഷിക്കാവുന്ന ഒരു പരിപാടിയാണ് ടോപ്പ് ഷൂട്ട്. പരീക്ഷിക്കാം, അതാണ് ഏറ്റവും പരീക്ഷ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, അത് പ്രത്യേകം മെനക്കെടണം, വേര് പിടിപ്പിക്കാനൊക്കെ. വാ ഇനി മേളിലേക്ക് കയറിക്കും, അല്ലെ സന്ധ്യാറായി, പറമ്പൊന്നും കണ്ടു തീരിയല്ല. ആ ജാതിക്ക കായ്ച്ചിട്ടുണ്ടോ? 2, 3 ഒക്കെ കായ്ച്ചു തുടങ്ങി. ഇപ്പം എത്ര നാളായി ജാതി ഇത് പുതിയ ഇത് വെച്ചിട്ട്, ജാതി വെച്ചിട്ട്? 2.5 വർഷമായി. 2.5 വർഷം. ബഡ് തൈ വെച്ചല്ലേ? ഈ ജാതി പിടിച്ചാൽ ഇതൊക്കെ നല്ല ഇതായിട്ട് വരുന്നു. ഇച്ചിരി എന്നാ വാഴയുടെ ഒരു ചെറിയ എരമ്പ് വരുന്നുണ്ടല്ലേ കണ്ടവനായി. പിന്നെ വേറൊരു കുഴപ്പമില്ല, എന്നാ ഒരു ചെറിയ ഇത് ചോല ജാതിക്ക് നല്ലതാണ്. അല്ലെങ്കിൽ വലിയ വെയിലടിക്കുമ്പോൾ ജാതി 2 വർഷത്തേക്ക് മതിയെന്നേ. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് കൂടി 1.5 വർഷമായതാണ്. കഴിഞ്ഞതിൻ്റെ അതിന് മുമ്പിലത്തെ ജൂണിൽ ഇട്ട കൊടിയാണ് ഇത്. ഇപ്പോൾ 1.5 വർഷമായി. 1.5 വർഷമായി കഴിഞ്ഞപ്പോഴത്തേനും ഇത് കണ്ണി കുത്തി, ഇത് കായ്ച്ചില്ല, തിരിയിട്ടില്ല. ഇപ്പം അടുത്ത സീസണിൽ നിറച്ച തിരി കായ്ക്കും. അത് കുറച്ചുകൂടെ അന്നേരത്തേനും കയറും, ഇത്രയും കൂടെ പൊക്കം കയറും. ഇത് കരിമുണ്ടക്കൊടിയാണ്. കരിമുണ്ട പണ്ട് കേട്ടിട്ടുണ്ട്, കരിമുണ്ട. പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കരിമുണ്ടക്കൊടി, ഇനത്തിന്റെ പേരാ കരിമുണ്ട. അപ്പൊ സൈഡിൽ കൂടി ഈ കറുത്തിരിക്കുന്നോണ്ടാണോ കരിമുണ്ട എന്ന് വിളിക്കുന്നത്? അല്ലല്ല, പിന്നെ അത് ഒരു ഇനമാ. അല്ല, ഇതിന്റെ ഇലയുടെ സൈഡിൽ കൂടെ ഒക്കെ ഒരു ചെറിയ കറുത്ത, അത് ഈ പ്രാണികൾ വന്ന് കൂടുകൂട്ടി അതിന്റെ. അല്ല, ഇപ്പൊ ഈ കൊടിയൊക്കെ തിരിച്ചറിയുന്ന ഈ ഇലയുടെ ഷേപ്പ് കൊണ്ടാണോ? ആ ഇലയുടെ അറിയാവുന്നവർക്ക് ഇത് എല്ലാം ഓരോ ഇനത്തിൻ്റെയും കരിമുണ്ട എവിടെ കണ്ടാലും എനിക്കറിയാം. അല്ല, ഞാൻ ചോദിച്ചത് അത് ഒരു ഇല, അതിൻ്റെ ഇല വേറൊന്ന്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ മുറുക്കാൻ്റെ ഇല പോലെ ഉണ്ട്. മുറുക്കാൻ എന്നാ പറയുന്നത് അതിന്? വെറ്റയുടെ ഇല പോലെ ഇരിക്കുന്നത്. വെറ്റയുടെ ഇല പോലെ ഉണ്ട്. ഇലുമ്പി, ഇത് നല്ല അടിപൊളി സാധനമാണ്. ഇത് അടുത്തായിട്ട് ടോപ്പ് ഷൂട്ട്. അല്ല, ഇതെല്ലാം ഇലമല്ലേ നിൽക്കുന്നത്? അത് വേറെ. അതെല്ലാം നല്ല കൃഷിയാണ്. ഇത് ടോപ്പ് ഷൂട്ട് വീണ്ടും അടുത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ഇട്ടിരിക്കുന്ന മുഴുവൻ കുരുമുളക് ചെടിയുടെ മണ്ടലത്തെ ഷൂട്ടിനെ നമ്മൾ വേര് പിടിപ്പിച്ച് അടുത്തടുത്താക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഈ ടോപ്പ് ഷൂട്ടായിട്ട് വളർന്നു വന്നതെടുത്ത് അടുത്തെത്തി നടുമ്പോൾ 1.5 വർഷത്തിനകം കായ്ക്കും. ആ പ്ലാവിൻ്റെ ചോട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തൈ നിൽപ്പുണ്ട്, കൊടിപ്പുരത്തേല്. അത് വേണം ഒന്ന് കണ്ടു. എങ്ങനെ അവിടെ ചെല്ലണം? പോയോ? പ്ലാവിൻ ചോട്ടി ചെന്നോ? അത് കാന്താരിച്ചീനി. ഇത് കൊടിപ്പുരത്തെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. കുറ്റിക്കുരുമുളകാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ചെടി ഇത് പയ്യാനി, കഴിഞ്ഞ് ഈ ജൂണിൽ വെച്ച പയ്യാനിയാണ്. കുരുമുളക് കയറ്റാൻ വേണ്ടിയാ. അത് ഞാൻ പെട്ടെന്ന് കാറ്റ് പിടിച്ചോ ഒടിയല്ല, അതാ അതിൻ്റെ ഗുണം. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കൂമ്പ് എടുത്തു തുടങ്ങി, മുളച്ചു തുടങ്ങി. ഇത് ജാതിക്ക കായ്ച്ചു കിടക്കുന്നതിനിപ്പോൾ എടുക്കും. അതിപ്പോൾ അധികമൊന്നുമില്ല. ഒരെണ്ണമെങ്കിലും കായ്ച്ചെങ്കിൽ നമുക്ക് 2 വർഷത്തിനകം കായ്ക്കുമെന്ന് പറയാമല്ലോ. 5-6 ഒക്കെ കായ്ച്ചുണ്ട്. പിന്നെ 2-3 ഒക്കെ കായ്ക്കുക തുടങ്ങി. എന്നാണേലും കുരുമുളക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത കൂടിയാണോ? അല്ല, ഇത് ടോപ്പ് ഷൂട്ട്. ടോപ്പ് ഷൂട്ട് കംപ്ലീറ്റ് പതിവെച്ച് എടുത്തോണ്ടിരിക്കുക. അത് കൊള്ളാം. ഇത് 1.5 വർഷമായ കൊടി, കുമ്പുക്കൽ കൊടിയാണ്. കുമ്പങ്കൻ്റെ ഇതും അതും. കുമ്പങ്കമ്മൻ്റെ എന്നാണ് അവൻ്റെ തിരിക്ക് നീളം കൂടുതലുണ്ടെന്നോ? മുളക് കേരളത്തിൽ എല്ലായിടത്തും ഇതുപോലെ വളരും. ഇത് ടോപ്പ് ഷൂട്ട്. ടോപ്പ് ഷൂട്ട് കംപ്ലീറ്റ് പതിവെച്ച് എടുത്തോണ്ടിരിക്കുക.
അത് കൊള്ളാം. ഇത് 1.5 വർഷമായ കൊടി കുമ്പുക്കൽ കൊടിയാണ്. കുമ്പങ്കൻ്റെ ഇതും അതും. കുമ്പങ്കൻ്റെ എന്നാണ് അവൻ്റെ തിരിക്ക് നീളക്കൂടുതലുണ്ടെന്നോ? തിരി അത് മണിപിടുത്തം നല്ല തിക്കായിട്ട് മണി പിടിക്കും. പക്ഷേ അത് ചെറുതല്ലേ? ഒരുപാട് നീളമില്ല, ന്യായമായ സാധാരണ രീതിയിലുള്ള നീളം ഉണ്ട്. അത് തിക്കായിട്ട് മണി പിടിക്കും. നല്ല കായ രോഗപ്രതിരോധം. ഇത് ജാതിയുടെ ഓരോ സ്റ്റെപ്പായിട്ട് കയറി പോകുന്ന സംഭവം അല്ലേ? മണ്ടഭാഗം ഒരു സ്റ്റെപ്പായി അവിടെ ഇച്ചിരി ഗ്യാപ്പ് കൂടുതൽ വന്നു. അങ്ങനെയൊക്കെ ഇതിലൂടെ അങ്ങ് കയറാം. ഇതിലൂടെ കയറാം. ഇവിടെ അതൊക്കെ പിടിച്ചിട്ട് വാ. ആ ജാതിയെല്ലാം ഒന്ന് പിടിച്ചിട്ട് പോരെ. വെറും 2 വർഷം കഴിഞ്ഞ ജാതിയാണ്. നല്ല നല്ല വളരുന്നുണ്ട്. വളം വല്ലതും ഇടുന്നുണ്ടോ? വളം ചാണകപ്പൊടി ഒക്കെ ഇടുന്നുള്ളൂ. ചാണകപ്പൊടി. പിന്നെ ഇത് നനയ്ക്കാനായിട്ട് ഇങ്ങനെ ഓസ് വഴി ഇങ്ങനെ മോട്ടർ ഇട്ട് കഴിയുമ്പോൾ തന്നെ വന്ന് ഇതെല്ലാം നനഞ്ഞു. അത് ഞാൻ തന്നെ ചെയ്ത ഫിറ്റിങ്ങുകളാണ് നനയ്ക്കാനുള്ളത്. അത് വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ വീട്ടിൽ മോട്ടർ ഇട്ടാൽ മതി, എല്ലാം നനഞ്ഞോളും. മോട്ടർ ഓൺ ചെയ്താൽ മതി. വീണ്ടും വീണ്ടും കാന്താരി ചെടി. നീ പറഞ്ഞു നിൻ്റെ ഐറ്റം അല്ലേ കാന്താരി? 300 രൂപ കിലോ. നാട്ടിലൊക്കെ നമ്മൾ 300, 400, 500 രൂപയൊക്കെ കിലോയ്ക്ക് മേടിക്കുന്ന സാധനമായി കാന്താരി. ഇവിടെ നിന്ന് പഴുത്ത് നമ്മൾ പറിച്ചില്ല, അവിടെ നിന്ന് വെറുതെ പോകും. അതാണ് നമ്മളെ കേരളത്തിന് ദൈവം അനുഗ്രഹിച്ച് തന്നതായിരുന്നു ഭൂമി കൃഷി ചെയ്ത് ജീവിക്കാനായിട്ട് നമ്മുടെ ആൾക്കാരോട് പറഞ്ഞു. നമ്മുടെ ആൾക്കാർ ഭൂമിയിലെ കൃഷിയെല്ലാം നിർത്തി. ഇവിടെ പുതിയൊരു പരീക്ഷണം. പുതിയ പരീക്ഷണം ഒന്ന് പറഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞ് അത് കിട്ടിയിട്ടില്ല ജിൻസിയുടെ പരിപാടി കേട്ടോ. ഈ കൊടിയെ നിന്ന് ഈ മണ്ണിനടിയിൽ കൂടെ ഒരു തല കൊണ്ടുവന്നിട്ട് ഈ പ്ലാവെ കയറ്റാനാണ് പുതിയ പരീക്ഷണം. നേരത്തെ ആൾക്കാർ ചെയ്യുന്നതായത് ഇവിടുന്ന് ഈ ചെന്തലെന്ന് പറയും, ഈ മണ്ണി കൂടെ പടരുന്ന തല. അത് ഇതിലെ കൂടെ കൊണ്ട് ഈ മണ്ണിന് കുറേശ്ശെ മണ്ണിട്ട് മൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ പ്ലാവെ കയറ്റാൻ വേണ്ടി. ആ പ്ലാവയിലിട്ട് ഒരു തലയേ ഉള്ളൂ, അത് ബാക്കി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് 2 തലയും കൂടെ കയറ്റാൻ വേണ്ടി ഉള്ള ഒരു പരിപാടിയാണ്. ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഇത് വേര് പിടിച്ചത്, അതുകൊണ്ട് ഇത് പോകല. ഉറപ്പായിട്ട് ഇത് കയറിക്കോളും. ഇതാണ്ട് ജാതിക്ക കാഴ്ച കിടക്കുന്നു, മണിമണിയായിട്ട് കാഴ്ച കിടക്കുന്നു. ഇങ്ങോട്ട് പോലെ ഒരിഷ്ടം പോലെ ജാതിക്ക. ഇവിടെ ഒരു 5-6 ഒരെണ്ണത്തെ കണ്ടു. ഒരെണ്ണത്തിൽ ആ ജാതിയിലും ഉണ്ട്, ആ ജാതിയിൽ ഇവിടെ അടുത്തുള്ള എല്ലാ ജാതിയിലും കായി. 6 വരെ ഒരെണ്ണത്തെ ഞാൻ കണ്ടു. ഇതിൽ 1, 2, 3, 4, 5, 6 ഇതൊന്ന് പിടിച്ചാൽ ജാതിക്ക വെറും 2 വർഷം കഴിഞ്ഞ ജാതിയിലെ കായാണ്. ഇഷ്ടംപോലെ ജാതിക്ക. ഇതെടുത്തോ? ഇങ്ങോട്ട് പോയി. ഇതാണ് അതിനേക്കാളും കുഞ്ഞൻ നിറച്ച് കായ നിൽക്കുന്നു. ഇങ്ങോട്ട് കയറുക. വളരെ ചെറുതാണ്. 2, 4 മര്യാദയ്ക്ക് ഒന്നൊന്നും പറ്റിയില്ലല്ലോ. ഒരു ചെറിയ വാഴയ്ക്ക 2 പേർക്ക് കഴിക്കാനുള്ള വാഴയ്ക്ക ചുണ്ടൻ. ഇതാണ് ഇത് കണ്ടോ, ഈ ജാതി എടുത്തു. ആ കായും കൂടെ എടുത്തു. ഇത്രയും ചെറിയ ജാതിയാൽ ഇത്രയും കായായി. 2 വർഷം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. എന്നാടിയത്? എന്നാന്ന് ചോദിച്ചേ? പ്രാണിയാണോ? ഒരു തരം പ്രാണിയാ. പ്രാണി വന്നിട്ട് അതിനെ ചുരുട്ടുന്നു. കീടനാശിനിയൊക്കെ എന്നും അടിക്കണം. അതൊന്നും നടപടിയുള്ള കാര്യമില്ല. അപ്പോൾ എന്നും ആഴ്ചയിൽ അടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ എക്കാലക്സൊക്കെ ആ കീടങ്ങൾക്ക് സാധാരണ രീതിയിൽ അടിച്ചുകൊണ്ടിരുന്നത്. എക്കാലക്സ് ഒന്നും അടിച്ചിട്ടൊന്നും ഒരു പ്രയോജനം കാണുന്നില്ല. ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റും അത് ഇതും എല്ലാം ഉണ്ട്. എക്കാലക്സോ? അത് നമ്മൾ വിശ്വസിക്കാവുന്ന നല്ല കടയിൽ പോയി മേടിച്ചാൽ കിട്ടിയല്ലേ? അത് വിശ്വസിക്കാതെ നമ്മുടെ അടുത്ത് കിട്ടുന്ന കടയിൽ നിന്നല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. ആ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇല്ലയോന്ന് ഇപ്പം ഒരു പ്രയോജനമില്ല. അടിച്ചിട്ട് പിറ്റേ ദിവസം ഇന്ന് അടിച്ചിട്ട് പിറ്റേ ദിവസം കാലത്തെ കൊടിയുടെ എല്ലാം പുഴുകൻ ഞാൻ കണ്ടു. അപ്പോൾ പുഴുവിന് എപ്പാലക്സിനെ പോലും പേടിയില്ല. ഓക്കെ. അപ്പം അതുകൊണ്ട്
കാര്യമില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ കൃഷി പരാജയപ്പെടുന്ന കാര്യം. നമ്മൾ ആശ്രയിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതൊക്കെ മെച്ചമല്ല കിട്ടുന്ന സാധനങ്ങൾ. ഇത് ഏത്തക്കൊലയാണ്. ആകാശം ഏത്തക്കൊലയാണോ? ഏത്തക്കൊലയല്ലേ? ആ, ഏത്തക്കൊലയാന്ന് തോന്നുന്നുണ്ട്. ഏത്തക്കൊല. പിന്നെ അത് പണ്ട് നിന്ന കൊടിയാന്ന് തോന്നുന്നല്ലേ, പുതിയതായിട്ടിട്ടാൽ. അത് കഴിഞ്ഞ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് പറമ്പിലുണ്ടായിരുന്ന കൊടിയാണ്. ഇതെല്ലാം നമ്മൾ പുതിയതായിട്ട് ഈ ചെറുകൊടി കാണുന്നതൊക്കെ ഞാനിട്ട കഴിഞ്ഞ വർഷം ഇട്ട, കഴിഞ്ഞ ജൂണിൽ. അത് നീലമുണ്ടി എന്ന് പറയുന്ന ഇനമാണ്, ഇവിടെയുള്ള ഇനമാണ്, ഞാൻ കൊണ്ടൊന്നൊന്നുമല്ല. നീലമുണ്ടി അത് നമ്മൾ പ്ലാവാണോ സൈഡിൽ കൂടെ വെച്ചിരിക്കുന്നത്? ആ, പ്ലാവും ഉണ്ട്, മുരിക്കുണ്ട്. പ്ലാവും ഉണ്ട്, മുരിക്കുണ്ട്. മുരിക്കോ? അതിനകത്ത് കൊടി കയറ്റേ? ആ, പ്ലാവ് നമുക്ക് ചക്ക തന്നെ. ബഡ് തൈവല്ലോ ഇത് ഈ കൊല്ലം പന്നിയൂർ എന്ന് പറയുന്നവരെ പന്നിയൂറിനെ കാണിച്ചു. പന്നിയൂർ മുറിച്ചിട്ടത് ഇത്രയായി. ഈ പന്നിയൂർന്ന് എങ്ങനെയാ പേര് വന്നേ? അത് പന്നിയൂർ ഗവേഷണ കുരുമുളക് ഗവേഷണ കേന്ദ്രമല്ലേ പന്നിയൂർ? നമ്മുടെ തൃശ്ശൂരോ? തൃശ്ശൂരില്ല, കണ്ണൂർ. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ. പന്നിയൂർന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പന്നിയൂറിൻ്റെ കൊടിയാന്നൊക്കെ കേട്ടിട്ടുണ്ട്. പന്നിയൂർ 1 എന്ന് പറയും. പന്നിയൂർ 1 മുതൽ 10 വരെയുള്ള ഇനം ഇറക്കിയിട്ടുണ്ട്. അതിന് ഓരോന്നും അപ്ഗ്രേഡ് ചെയ്ത് വരുന്നതാണ്. അല്ല, ഓരോ ഇനങ്ങൾ ഓരോ സങ്കരമല്ലേ, പല ഇനങ്ങൾ മെച്ചപ്പെട്ട ഇനങ്ങൾ കൂട്ടിക്കലർത്തി നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതാണ്, മോശമെന്ന് പറയാനില്ല. കാപ്പിക്കുരു ഓരോ ഗുണങ്ങളാണ്. കാപ്പിക്കുരു ഒന്ന് സൂം ചെയ്ത് പഴുത്ത് കിടക്കും. ഓരോ ഇനത്തിനുമേ ഓരോ ലോകത്തില്ലാത്ത വില കൊടുത്ത ടച്ച് ചെയ്യും. അതിൻ്റെതായ ലോകത്തില്ലാത്ത വില കൊടുത്ത് ഗുണങ്ങളും ദോഷങ്ങളും. നെസ്കഫേ മേടിക്കുമ്പോൾ നമ്മുടെ മുറ്റത്തുണ്ടാകുന്ന സാധനമാണ് ഈ കാപ്പി. അതിനെ നമുക്ക് പിന്നെ ഇതാണ്ട് കൊക്കോ കിടക്കുന്നു. നിൽക്കുന്നതാണ് ഇവിടുത്തെ കൃഷിക്കാരൻ്റെ ഭാര്യ, കൃഷിക്കാരി. പുള്ളിയാണ് എല്ലാ സപ്പോർട്ടും പുള്ളിക്ക് കൊടുക്കുന്നത്. എല്ലാ പണിയും ചെയ്യുന്ന ആൾ ഇവിടെ. കുരുമുളക് തൈ വെച്ചിട്ട് മറ കൊടുത്തിരിക്കുന്നു. ഇത് നല്ലൊരു റോസ് ചെടിയാണ്, നല്ല കട്ട ചുവപ്പ്. സൂര്യകാന്തി, ജമ്മന്തി, ഓരോ ചെടികളുണ്ട്. ഇതെല്ലാം പുതിയ കൊടിത്തൈകൾ ഇട്ടിട്ട് മറിച്ച് വെച്ചേക്കുകയാണ്, വെയിൽ കൊള്ളാതെ തഴച്ച് വളരാൻ വേണ്ടി.
will be where you are. I will go where you go. I will follow you from heaven to hell, from heaven to hell. Thank you.